ഒരിക്കലും ചേരാത്ത രണ്ട് വകുപ്പ്. ഒരേ സമയത്ത് സമുദായത്തെ നോക്കാൻ ഒരു വകുപ്പും സമുദായത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ചാതുവർണ്ണികരെ സംരക്ഷിക്കാൻ മറ്റൊരു വകുപ്പും, ഇങ്ങനെ ഘടകവിരുദ്ധമായ രണ്ട് വകുപ്പുകൾക്കകത്ത് ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തു. അവസാനം മന്ത്രി പദവിയിൽ നിന്ന് ഈ ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. പയ്യന്നൂർ ഒരു അമ്പലത്തിൽ ചെന്ന് വിളക്ക് കൊളുത്താൻ നേരം നമ്പൂതിരിമാർ പറഞ്ഞു മാറിക്കിടന്ന് പറഞ്ഞു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് മന്ത്രിയായാലും എനിക്ക് അയിത്തമുണ്ട് എന്ന്. കുറച്ചുനാൾ അത് രഹസ്യമാക്കി വെച്ചു. പിന്നെ അത് പരസ്യമായി പറയാൻ തീരുമാനിച്ചു. പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഇനി കേരളത്തിൽ നിൽക്കണ്ട മോനെ എന്ന് തമ്പുരാക്കന്മാർ പറഞ്ഞു. എന്നിട്ട് പാർലമെന്റിലേക്ക് അയച്ചു. മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിൽ പാവം പ്രസംഗിക്കാറില്ല. ഞാൻ കളിയാക്കുകയല്ല, വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജോലിയും ശീലവും അല്ലാത്തതുകൊണ്ട് ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലല്ലോ. അതല്ലായിരുന്നല്ലോ പാർട്ടി ഇവിടെ കൊടുത്ത പണി. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി മിണ്ടാതിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമായിരുന്ന സത്യസന്ധനായ സമുദായ സ്നേഹമുള്ള, പാർട്ടിയെ പേടിച്ച് സമുദായ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാൻ പലപ്പോഴും ഇങ്ങനെ അല്പം മടി കാണിച്ചിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. എങ്കിലും എത്രയോ ഭേദമായിരുന്നു, കേളുവിനേക്കാൾ ഭേദമായിരുന്നു. ഇപ്പൊ കേളുവിനെ കൊണ്ട് വെച്ചിട്ടാണ് ഈ നാടകം കളിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് വയനാട്ടിൽ ഒരൊറ്റ പട്ടിണിക്കാരൻ്റെ അന്ന് കേളു പ്രഖ്യാപിക്കുകയാണ്. സ്വന്തം നാട്ടിൽ വയനാട്ടിൽ അവിടെ അടിയാൻ പട്ടിണി കിടക്കുന്നവൻ, ആദിവാസികൾ, അവന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഒരു സഖാവ് കേളുവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കും പട്ടിണിയില്ല എന്ന്. തൊട്ടടുത്ത ദിവസം ഇന്നലെ പാലക്കാട്ടും പട്ടിണി ഇല്ലാതാക്കി. നാളെ ഇവിടെ കേരളത്തിലൂടെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കേരളത്തിൽ ഇനി ഇല്ല. ഇതൊരു കൊലച്ചതിയാണ്, ഇതൊരു ഭരണകൂട ഭീകരതയാണ്. ഒരു ജനതയുടെ വികസനത്തിന്, അവരുടെ ക്ഷേമത്തിന്, അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, അവന്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും വികസനപരവുമായ മുന്നേറ്റത്തിന് അനുകൂലമായ ഒരു പദ്ധതികളും ഇനി വേണ്ട. ഇനി അവനെ നോക്കണ്ട. ഡൽഹിയിൽ ഈ ഉച്ചകോടി നടത്തിയപ്പോൾ വിദേശികളായിട്ടുള്ള വിദേശ പ്രതിനിധികൾ വന്നപ്പോൾ അവർ കാണാതിരിക്കാൻ ചേരിയിലെ പാവപ്പെട്ടവരെ മറച്ചു പിടിച്ച് അവിടെ ഇങ്ങനെ കട്ടൻ വലിച്ചു കിട്ടി. എന്നിട്ട് അതിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വെച്ചു. മോഡി ഇത് മറച്ചു പിടിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് വെട്ടിക്കളയില്ല എന്ന് പറയുക. അവിടെ ഉണ്ട്, അവരെ നിഗ്രഹിച്ചില്ല. പക്ഷെ കേരളം ചെയ്യുന്നത് പൂർണ്ണമായി നിഗ്രഹിക്കുകയാണ്. ദരിദ്രരില്ല. ഇനി ദരിദ്രരില്ലെങ്കിൽ പിന്നെ അവന് ചോറ് കൊടുക്കണ്ട, അവന്റെ റേഷൻ കാർഡുകൾ ഇനി എടുക്കാം, അവന് പിന്നെ അരി കൊടുക്കണ്ട, അവന് വസ്ത്രം കൊടുക്കണ്ട, അവന് മരുന്ന് കൊടുക്കണ്ട, അവൻ ഇല്ല.